നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി നിധി മേനോൻ, 27 വയസ്സ്, 5'7" ഹൈറ്റ്, 5 അടി 7 ഇഞ്ച് ഹൈറ്റ്, 65 kg വെയിറ്റ്, ശുദ്ധജാതകം അനീഴം നക്ഷത്രം. ശുദ്ധജാതകം ഞാൻ എടുത്തു പറയുന്നത് പെൺകുട്ടികൾക്ക് ശുദ്ധജാതകം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. ശുദ്ധജാതകം അനീഴം നക്ഷത്രം. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ BE ആണ്. പിന്നെ PGDBM ഓപ്പറേഷൻസ്. കൊക്കക്കോള ബീവറേജസിലാണ് വർക്ക് ചെയ്യുന്നത്, ബാംഗ്ലൂർ. അച്ഛൻ അച്യുത മേനോൻ, അമ്മ ഷീല മേനോൻ, ഒരു യങ്ങർ ബ്രദർ. ഇവർ മുംബൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ താല്പര്യമുള്ള, അതായത് ഈ അച്ഛൻ തൃശ്ശൂരാണ് ഇവരുടെയൊക്കെ നാട്. അപ്പോൾ താല്പര്യമുള്ള ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കല്യാണപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉള്ള സാഹചര്യത്തിൽ അച്ഛനമ്മമാർ കുറച്ച് വറീഡായിട്ടാണ് കാണുന്നത്. ഏത് മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ പ്രൊഫൈൽ ഉണ്ടാക്കണം, ഏത് ഹോറോസ്കോപ്പ് ആരെ കൊണ്ട് നോക്കിക്കണം, ആകെ ഒരു വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പലപ്പോഴും ഞാൻ കാണുന്ന കാഴ്ച, ഇങ്ങനെയുള്ള വറിയൊക്കെ ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും അബദ്ധങ്ങളിൽ പോയിട്ട് പെടുന്ന കാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊന്ന് ഫോളോ ചെയ്താൽ കുറച്ച് എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ. ആദ്യം, വിവാഹപ്രായമെത്തിയ മക്കളുമായി അച്ഛനമ്മമാർ നന്നായിട്ട് സംസാരിക്കുക. ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാഴ്ച, അച്ഛനമ്മമാർക്കൊക്കെ അറിയാം, ഞങ്ങൾക്ക് ആ കുട്ടികളെയൊക്കെ പറ്റി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളൊരു ധാരണ വെച്ചിരിക്കുന്ന കുറേ അച്ഛനമ്മമാരെങ്കിലും ഉണ്ട്. അത് വേണ്ട, ആ ധാരണയൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഈ കുട്ടികളായിട്ട് നന്നായിട്ട് സംസാരിക്കുക, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. അവർക്കിപ്പോൾ ലൊക്കേഷൻ, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബാംഗ്ലൂർ കിട്ടിയാൽ നല്ലതെന്ന് പറയും. ഹൈറ്റ് ഇത്ര വേണം, ഇന്ന എഡ്യൂക്കേഷൻ വേണം, അങ്ങനെ പല കാര്യങ്ങളും അവർ പറയും. അപ്പോൾ അതെല്ലാം നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു വഴക്കോ ബഹളോ ഒന്നുമില്ലാതെ നല്ല ഡിസ്കഷനിലായിരിക്കണം. അത് നല്ല രീതിയിൽ തന്നെ ആ ഡിസ്കഷൻ പോകണം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, കുട്ടികളും അച്ഛനും അമ്മയും. അതിനുശേഷം നല്ലൊരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും ഉണ്ട്, എക്സലൻറ്റ് പ്രൊഫൈലാണ് എന്ന് തോന്നണം. അതായത് വിവരങ്ങൾ കംപ്ലീറ്റ് വേണം, കുറേ ഹൈഡ് ചെയ്യുക അങ്ങനെയൊന്നല്ല ഉണ്ടാവേണ്ടത്. അപ്പോൾ ജാതകത്തിനെ പറ്റി അത്യാവശ്യം വിവരം, ജാതകത്തിനെ പറ്റി കഴിയാവുന്നത്ര കുറച്ച് വിവരം കൊടുക്കുക. ഒരു നാള്, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ ധാരാളമായി. ശുദ്ധജാതകം, ദോഷജാതകം, രാഹു, 7 ചൊവ്വ, ഇതൊന്നും കാട്ടേണ്ട കാര്യമില്ല. അതൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അടുത്തത് ക്വാളിഫിക്കേഷൻ. സ്കൂൾ എവിടെ, കോളേജ് എവിടെ, എന്താണ് സബ്ജക്റ്റ്, എന്താണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അത് ഏത് കോളേജിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്, ഈ വക എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ എഴുതണം. അതിനുശേഷം ജോലി കാര്യങ്ങൾ, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏത് സ്ഥാപനത്തിൽ, എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ, എന്താണ് ഈ കുട്ടിക്ക് ശമ്പളം എത്രയുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് കാട്ടുക. അതിനുശേഷം, അതായത് ലൊക്കേഷൻ അടക്കം കാട്ടണം, ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്നും പ്രത്യേകം കാട്ടണം. അതിനുശേഷം ഹൈറ്റ്, വെയിറ്റ്, ഭക്ഷണത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്, നോൺ വെജാണോ വെജാണോ, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം നന്നായിട്ട് എഴുതുക. ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുശേഷം നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രണ്ടാളെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറയുന്ന
മാട്രിമോണിയൽ. എല്ലാവരും ബേസിക്കലി നല്ലവരാണ്, പക്ഷേ പലപ്പോഴും അവർക്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഫൈൽ കിട്ടാത്തത് കൊണ്ട് അവർ അയച്ചു തരില്ല. അതുകൊണ്ട് അവർ മോശക്കാരാണെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെയാണ് സംഭവിക്കുക. പക്ഷെ നന്നായിട്ട് സംസാരിക്കണം. ഏകദേശം എത്ര പ്രൊഫൈലുകൾ തരും എന്നൊരു എന്താ പറയുക, നമ്മൾ എക്സാക്ട് ഒരു കണക്ക് കിട്ടില്ലെങ്കിൽ പോലും ഒരു അപ്രോക്സിമേറ്റ് ഇത്ര കൗണ്ട് കിട്ടും, ഇത്രയെങ്കിലും കിട്ടും എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനുശേഷം അവിടെ രജിസ്റ്റർ ചെയ്യുക, അവരോട് കൃത്യമായിട്ട് ചോദിക്കുക, വിവാഹം വല്ലതും ശരിയായി കഴിഞ്ഞാൽ പൈസ വല്ലതുമുണ്ടോ, അതെല്ലാം ഭംഗിയായിട്ട് ചോദിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ വഴക്കും ബഹളത്തിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ കിട്ടാൻ തുടങ്ങും. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം മക്കൾക്ക് കാട്ടിക്കൊടുക്കുക. ഫോട്ടോ മക്കൾക്ക് കാട്ടിക്കൊടുത്ത് മക്കൾ ഓക്കെ പറയുകയാണെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഹോറോസ്കോപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ച് അതൊക്കെ ഉറപ്പ് വരുത്തുക. ഹോറോസ്കോപ്പ് നോക്കുന്ന സമയത്ത് ഒരു പണിക്കരെ കൊണ്ട് മാത്രം, ഇപ്പോൾ ഏതെങ്കിലും ഒരു പണിക്കർ നിങ്ങളോട് പറയണം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വിശ്വസിച്ചിരിക്കരുത്. 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു പണിക്കർ അത് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അതിനുശേഷം പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അപ്പുറത്തുള്ള കുട്ടികളുടെ രക്ഷിതാക്കളോട് പറയണം, കുട്ടികൾ തമ്മിൽ ഒന്ന് സംസാരിക്കട്ടെ. അവർ നല്ല ഒരാഴ്ചയെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. നല്ല ഒരു കംഫർട്ട് സോണിൽ എത്തണം. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ ഒന്ന് ചോദിക്കണം. അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് മനസ്സിലാക്കണം, എഡ്യൂക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം, നമുക്ക് വല്ല ലോണുകൾ വല്ലതും, അമിതമായ ലോണുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം ചോദിച്ച് നല്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം പുറത്ത് വെച്ച് കാണണം. ആദ്യം വാട്സാപ്പ് കൂടെ ചാറ്റ് ചെയ്തു, വീഡിയോ കോളും കാര്യങ്ങളൊക്കെ നടത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പോലും പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് ഇവരുടെ ബോഡി ലാംഗ്വേജും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ചാടിക്കേറി പെണ്ണ് കാണാൻ പോകരുത്. അപ്പോൾ നല്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാ കുട്ടികൾക്കും മംഗളമായിട്ട് തന്നെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.